ശിഖണ്ഡിയെ കൊണ്ടുവന്നതുപോലെ വിഷ്ണുവിന്റെ ചങ്കിലിട്ടൊരു കൊട്ട്. അതുമാത്രമാണ് രോഹിത്. കാര്യങ്ങൾ ഭംഗിയായി നടന്നു കഴിയുമ്പോ എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ശിക്ഷാവിധികൾ ഏറ്റുവാങ്ങാൻ നമ്മൾ നിയോഗിച്ചിരിക്കുന്ന നമ്മുടെ ഏജന്റ്. അവനപ്പോ ഒരല്പം മറവി ഉണ്ടാകുന്നത് നല്ലതാ. അതെ, ഒരു കൊലക്കേസിന്റെ മഹസർ തയ്യാറാക്കുന്ന ഈ കൈവരുതലോടെയാണ് ഞാൻ ഈ ലേലത്തിന്റെ ചാർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ലേല വീട്ടിൽ വരുന്നവരും വിളിക്കുന്നവരും വരാൻ പോകുന്നവരും എല്ലാം നമ്മുടെ മാത്രം നിയന്ത്രണത്തിലായിരിക്കും. നമ്മൾ ഒരുക്കുന്ന ചരടിന്റെ ഒരു അറ്റത്ത് നിന്ന് നമ്മളെ അനുസരണയോടെ പണിയെടുക്കാൻ വിധിക്കപ്പെട്ടവരെ മാത്രമേ ഈ ലേല സ്ഥലത്തേക്ക് നമ്മൾ കടത്തിവിടൂ. അല്ലാതെ കിടക്കുന്നവരെ പൂട്ടാൻ 5:30 കണ്ടെത്തി ആളെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വലക്കണ്ണികൾ അറുത്തു മുറിച്ച് പുറത്തു വരുന്നവരെ അവര് പൂട്ടിക്കോളും. നമ്മള് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ലേലത്തുകയുണ്ട്. അതിനപ്പുറത്തേക്ക് ആര് വിളിക്കാൻ വന്നാലും അവന്റെ ശബ്ദം എന്നേക്കുമായി അടപ്പിക്കാനുള്ള ഒരു വഴി അത് നമ്മൾ കണ്ടേ ഒക്കൂ. കാര്യങ്ങൾ ഇതുവരെ എല്ലാം എന്റെ നിയന്ത്രണത്തിലാണ്. എതിര് വരാവുന്ന വഴികളെല്ലാം നമ്മൾ അടച്ചിട്ടുമുണ്ട്. ശാലിനി വീണു. സാമ്പത്തികമായി ഈ സത്യഭാമയും മകൻ വിഷ്ണു ഉണ്ടല്ലോ, കടുത്ത ഞെരുക്കത്തിലുമാണ്. പിന്നെ പുറം വിളിക്കാം. അത് നമ്മുടെ പുതിയ ADMന്റെ അറിവിനെ മറികടന്ന് വരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും കാറ്റ് നമുക്ക് അനുകൂലമാണ്. വന്നല്ലോ വിഷ്ണു. അവൻ അവസാന നിമിഷം വരെ ആ വീടിന് വേണ്ടി പോരാടും, ഒരു സംശയം വേണ്ട. എന്തെടുത്തിട്ട് പോരാടാൻ? അതിന് അവന്റെ കയ്യിൽ അതിനുള്ള കൂറയുണ്ടോ, പാങ്ങുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ഇതിങ്ങനെ നഷ്ടപ്പെടുത്തില്ലായിരുന്നല്ലോ. ഇത് നമ്മൾ തന്നെ വാങ്ങിക്കും. നാളെ നടക്കുന്ന ലേലത്തിൽ നീ തന്നെയാണ് താരം. നിനക്ക് ഞങ്ങൾ തന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം ഇത് തന്നെയായിരിക്കും. നീ ഭാഗ്യവാനാടാ. സത്യഭാമയും വിഷ്ണുവും ജീവിക്കേണ്ട സ്വപ്ന സൗധമാണ് നിന്റെ മാത്രം സ്വന്തമാവാൻ പോകുന്നത്. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റിയെന്ന് പാടിയത് തിരുത്തിപ്പാടേണ്ട അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒന്നുമില്ലായ്മയെ കിടന്നവന് കിട്ടാൻ പോകുന്നത് കൊട്ടാരം. ബാഗ് എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞ്? ഇനി വാ. രണ്ടുപേരുടെയും വരവ് കാണുമ്പോഴേ അറിയാം, ടീച്ചർ നന്നായിട്ട് കുടഞ്ഞ മട്ടുണ്ടല്ലോ. എന്തായി? രണ്ടുപേരുടെ മുഖത്ത് ടീച്ചർ പറഞ്ഞതൊക്കെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. ശരിക്ക് വഴക്കിട്ടു അല്ലേ? വിഷ്ണു അച്ഛനെയും വഴക്ക് പറഞ്ഞു കാണും. പഠിക്കണോന്ന് പറഞ്ഞു. അത് പറയുമല്ലോ. പിന്നെ ഹോംവർക്ക് മുടങ്ങാതെ ചെയ്യണോന്നും പറഞ്ഞു. അത് ടീച്ചർ സ്ഥിരം പറയുന്നതല്ലേ, വേറൊന്നും പറഞ്ഞില്ലേ? പിന്നെ ഞങ്ങളെ മാറ്റി നിർത്തി വിഷ്ണു അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ ഇന്നു മുതൽ രണ്ടുപേരും ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്തിരിക്കണം. ഇനി ഇതുപോലെ ഞങ്ങൾ ആരെയും ടീച്ചർ വിളിപ്പിക്കാൻ ഇടവരുത്തരുത്. ഇത് എന്തൊരു കഷ്ടാ. ഒരു കയ്യബദ്ധം പറ്റിയതെന്ന് എത്ര തവണ പറഞ്ഞമ്മേ. ആ ശരി ശരി. വിഷ്ണു അച്ഛൻ എത്ര വരെ പഠിച്ചു? വിഷ്ണു അച്ഛൻ എത്ര വരെ പഠിച്ചൂന്ന്? മക്കൾ കഴിച്ചേ? വിഷ്ണു അച്ഛനെ ഒരുപാട് പഠിച്ചു, ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുക. മക്കളെ, വിഷ്ണു അച്ഛൻ പഠിക്കാൻ പോയതേ ഉണ്ടായിസം കാണിക്കാനായിരിക്കും. അതില് 100-ൽ 100 മാർക്ക് വാങ്ങിക്കുകയും ചെയ്തു അല്ലേ? ആണോ?
പിന്നല്ലാതെ. അതെ, അങ്ങനെ പറഞ്ഞ എന്നെ കൊച്ചാക്കൊന്നും വേണ്ട. അതെ, ഇപ്പോഴും സമയം വൈകിട്ടൊന്നുമില്ല. വേണ്ടി വന്നാൽ ഞാൻ അങ്ങ് 10 എഴുതിയെടുക്കും. എന്ത് സംശയം ഉണ്ടാ? ഇല്ലേ, ട്യൂഷൻ ഫീസ് പുറത്തൊന്നും കൊടുക്കണ്ട, ഞാൻ പഠിപ്പിച്ചോളാം. കൃത്യമായിട്ട് ക്ലാസ്സിൽ വന്നാ മതി. ആ അത് കൊള്ളാലോ. അപ്പൊ അച്ഛൻ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആവും. ക്ലാസ്മേറ്റ് ആവുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഒന്നിച്ചിരുന്ന് 10ാം ക്ലാസ് പരീക്ഷ എഴുതായിരുന്നാ മതി. അല്ല, പിള്ളേരെ 10ലെത്താനേ ഇനി ഒരുപാട് വർഷം എടുക്കും. ഈ പരിഹാസവാക്കുണ്ടല്ലോ, അത് ഈ വിഷ്ണു ചലഞ്ച് ആയിട്ട് എടുക്കാൻ പോവാ. ആ, കഴിയെങ്കിലേ ഈ വർഷം തന്നെ ഞാൻ ഈ കടപ്പ ചാടി കിടക്കും. കണ്ടോ? എനിക്കൊന്ന് കാണണമല്ലോ. എന്താ പേടിച്ചോ? പേടിയാ? എനിക്കാ, പറഞ്ഞോളൂ മക്കളെ. കാണാം. വിഷ്ണുച്ചാ, വിഷ്ണുച്ചൻ എന്തായാലും ജയിക്കണം. ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന സഹായം ഞങ്ങൾ ചെയ്യാം. അല്ലേ സത്യം? അതെ അതെ, അച്ഛന് കട്ട സപ്പോർട്ടായിട്ട് ഞങ്ങൾ കൂടെ നിൽക്കാം. അയ്യോ വേണ്ട, നിങ്ങളുടെ സഹായമൊക്കെ കുറച്ചു മുമ്പ് ടീച്ചറെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടിയതാണല്ലോ. അച്ഛന് സന്തോഷായി. ഇനി എന്നെ ഇക്കാര്യത്തിലേ എന്റെ കളക്ടർ മാഡം സഹായിച്ചോ ഇല്ലേ?